അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത നിങ്ങളെ മുന്നിൽ വന്നത് ഈ സാബീത്ത ഡാൻസ് കളിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് കുഴപ്പോ അല്ലേ? ഇത്ര സുന്ദരനും സുമുഖിയുമായ ഞാൻ ഡാൻസ് കളിച്ചതാണോ നിങ്ങൾക്ക് കുഴപ്പം? അത് തന്നെ കുഴപ്പം. സാബീത്ത ഡാൻസ് കളിക്കരുത്. സാബീത്ത ഒരു പരിപാടി ചെയ്യാൻ പാടില്ല അല്ലേ? അത് മുസ്ലിം ആയതുകൊണ്ടും അത് കുറ്റമാണ്, ഹറാമാണ് എന്നുള്ള രീതിയിലൊന്നുമല്ല ഞാൻ തുള്ളരും. യൂട്യൂബിൽ ആര് വന്ന് തുള്ളിയാലും ഞാൻ തുള്ളാൻ പാടില്ല. ഇതല്ലേ നിങ്ങളെ നീയത്ത്? ഏയ് ഇങ്ങോട്ട് 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 കേൾക്കുന്നുണ്ടാ? ഇതല്ലേ നിങ്ങളെ നീയത്ത്? നിങ്ങൾക്ക് എന്തുകൊണ്ടുള്ള അസൂയ? ഞാൻ എൻ്റെ ശരീരത്തോട് കൂടി തുള്ളി നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടോ? ഉണ്ടോ? അത് ഹലാലും ഹറാമും പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ചിലയാള് പറയുന്നു ഒരു കുറ്റയല്ലേ, ഹറാമല്ലേ, ദീനിനെ പറയിപ്പിക്കുകയാണോ, ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഇല്ല, അത് സാബിറ തുള്ളിയെടുത്ത് കൊണ്ട് മാത്രമാണ് ദീനും ഇസ്ലാമും പറയുക. മുത്തുനബിയും അള്ളാഹുവിനും ഇഷ്ടപ്പെടാത്തത് സാബിറ മാത്രം തുള്ളിയാലോ അല്ലേ? മുസ്ലിങ്ങളും ഉസ്താദുമാരും മറ്റോലും മറിച്ചോലും പറയാ സാബിറ തുള്ളിയാല്. സാബിറ തുള്ളിയാൽ ഏറ്റവും വലിയ ശിക്ഷയാണ്, കുറ്റമാണ്, ഹറാമാണ്. വേറെ ആര് തുള്ളിയാലേ ഇല്ല. വേറെ ആര് തുള്ളിയത് നിങ്ങൾ കാണിക്കുന്നേ? ബാമത്തുമണികളെ സൗണ്ട് ഞാൻ കുറച്ചൊക്കെയുണ്ട് കാണിച്ചാല് ദേഷ്യം സൗണ്ട് ഇട്ടായിരുന്നു കേട്ടാ. ഇനി ഞാൻ സൗണ്ട് കുറച്ച് തരാം. കാരണം വെച്ചാൽ അധികം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കോപ്പി റേറ്റ് വരും. ഇതാരാ നിങ്ങൾ കാണണം. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാ? നമ്മളെ മുത്തായ രഹന. ഏത് രഹന? നബാസിന്റെ ഭാര്യ അല്ല? ഓള് ബാലിക്കരത്തിയാണ്, ഓള് ബാലിയക്കരത്തിയാണ്, ഓള് സിനിമ നടിയാണ് അല്ല? എന്തും ചെയ്യാം അല്ല? അതാണ് പറഞ്ഞത്. സാബിറ തുള്ളിയാൽ മാത്രമാണ് കുഴപ്പമുള്ളൂ. അത് നമ്മളെ പൊന്നാര നബാസ് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അല്ലേ? ഇത് സാബിറ തുള്ളിയാൽ പ്രശ്നം. ഇങ്ങക്ക് എന്തിന്റെ പെരാന്താന്നാ ചോദിക്കുന്നത്? എന്തിന്റെ പെരാന്ത ഇങ്ങക്ക്? ഇതൊരു മുസ്ലിം അല്ലേ? ഇതിന് ഹലാലും ഹറാമും ഇല്ലേ? ഇല്ല. അപ്പൊ അതാരാ? അത് ബാല്യക്കാരത്തിയല്ലേ സാബീത്ത? അത് നിങ്ങളെന്നായി പറയുന്നേ? നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞില്ല? നിങ്ങൾ തുള്ളാവോ? നിങ്ങൾ തുള്ളിയാലല്ലേ നരകവും സ്വർഗവും? നരകത്തിന്റെ അവകാശി 40 കഴിഞ്ഞ് തുള്ളിയവരാ. ബാല്യക്കാറ്റൊക്കെ എല്ലാം തുള്ള. ഈ വീഡിയോസ് വെച്ചിട്ട് ഏതെങ്കിലും ഉസ്താദ് കാണിച്ചിക്കോ നിങ്ങളോട്? എന്നെ പറഞ്ഞ് സിറാജുൽ ഉസ്താദ് ആയിക്കോട്ടെ, പിന്നെ മറ്റേ റസാബുള്ള ഉസ്താദ് ആയിക്കോട്ടെ, ഈ വീഡിയോസ് വെച്ചിട്ട് ആരെങ്കിലും വീഡിയോസ് ചെയ്തിക്കോ? ഉസ്താദിനോട് ഉസ്താദിന്റെ സൈന്യക്കാർ പറ ഉസ്താദെ പറ ഈ രഹനാന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറന്ന് ഏതെങ്കിലും ഉസ്താദുമാരെ നിങ്ങളോട് നിങ്ങളെ സൈന്യക്കാർ നിങ്ങൾക്ക് കിട്ടുക നിൽക്കാം. എൻ്റെ ഭാഗം നിങ്ങൾ കണ്ടുകൂടാന്ന് വെച്ചിട്ട് പറഞ്ഞത് കുറ്റം പറയലല്ല, സത്യം നിങ്ങൾ പറയണം. സത്യം പറയണം നിങ്ങൾ. പിന്നെ വീഡിയോസ് ഫുൾ കേട്ടിട്ട് നിങ്ങൾ പറയുകയും ചെയ്യണം. ഹെഡിങ്ങൾ എഴുത്ത് കാണുമ്പോൾ തന്നെ കമന്റ് ഇട്ട് പോകുന്നവരുണ്ട്. ഏതെങ്കിലും ഉസ്താദുമാരോട് ഈ വീഡിയോസ് എടുത്തിട്ട് പറ എന്ന് കാണിച്ചു കൊടുത്തുക്കോ. സൈന്യക്കാരെ ലക്ഷങ്ങൾ തരും എന്ന് പറഞ്ഞിക്കോ? ഇല്ല. സാബിറ തുള്ളിക്കളഞ്ഞ്, നബീസുമ്മ മണാലി പോയി കളഞ്ഞ്, പിന്നെ ലൈലേത്ത കുട്ടുമ്പോ കുട്ട് കളിച്ച് കളഞ്ഞ്, വേറൊരു പാത്തു മറ്റേച്ച് പിന്നെ പാട്ട് പാടിക്കളഞ്ഞ്. ഈ പാത്തു നബീസും സാബിറയും ലൈലത്തും കളിച്ചാലാ നരകമുള്ളൂ. ഹറാമും ഹലാലും ദീനിനെ പറയിപ്പിക്കലും ഇസ്ലാമിനെ പറയിപ്പിക്കലും തള്ളമാറ് കളിച്ചാല അല്ലേ? നിങ്ങൾ എടുക്കേണ്ട പണിയില്ല കേട്ടോ. ഇത് ഉസ്താദിന്റെ സൈന്യക്കാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ വീഡിയോസ് ഞാൻ അവരെ കുറ്റമൊന്നും പറഞ്ഞല്ലേ. ഒരാഗ്രഹമാണ്, അവരഭിനയിക്കണം, അവർ ചെയ്യണം. ചിരിയും കളിയും തമാശ ഒക്കെയാണ്. നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. ഞാൻ പോക്കില്ല. സിനിമ കാണാനെല്ലാം പോകുന്നത് ചെറിയ സമയത്ത് പോയിക്ക്. കോമഡിയും ചിരിയും കളിയും തമാശ ഒക്കെ വേണം. അല്ലാണ്ട് 10 ആളെ കൊന്ന് 20 ആൾ മരിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് മാത്രം നമ്മളെ തലയിൽ കേട്ടാ പോരാ. നല്ലത് നമ്മൾ കേൾക്കണം അല്ലേ? നല്ല രസമുണ്ട്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് രഹനെ മോളെ കുറ്റം പറഞ്ഞതൊന്നല്ല ഞാൻ. പക്ഷെ 40 വയസ്സാൾ തുള്ളിക്കളഞ്ഞാലാണ് മോളെ നരകം, നീ സ്വർഗത്ത് തന്നെയാണ്. മോളോടല്ലേ പറയുന്നത്? രഹന മോളോടല്ലേ പറയുന്നത്? ഇത് ഞാൻ എൻ്റെ റസാബുള്ള ഉസ്താദിനോടും സിറാജുദ്ദീൻ ഉസ്താദിനോടും അവരെ സൈന്യക്കാരോടും, ആ സൈന്യക്കാർ കമന്റ് ഇട്ട് കൊടുക്കുന്ന സൈന്യക്കാരില്ലേ ഓലോടും, കള്ളന്മാരെ കൊണ്ട് പറ എന്ന് പറയിപ്പിച്ച സൈന്യക്കാരോടും ഞാൻ പറയുന്നത്.
എൻ്റെ 90% മുത്തുമണികളോടല്ല. നിങ്ങളങ്ങ് കേട്ടു കുത്തിരിഞ്ഞാൽ മതി അല്ലേ. ഇതാരാ? എന്തോ ഒരു ടൈറ്റായ വസ്ത്ര അല്ലേ അല്ലേ. ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഞാൻ കുറ്റം പറയും വന്നതല്ല അല്ലേ. ഇതൊന്നും ഇസ്ലാമിനെ പറയിപ്പിക്കലല്ല. ഇത് മാത്രമായിട്ട് എത്ര സിനിമ നടിമാരുണ്ട് മുസ്ലിങ്ങൾ. അതൊന്നും ഇസ്ലാമിനെ പറയിപ്പിക്കലല്ല. അതൊന്നും ഏതെങ്കിലും ഉസ്താദുമാർ എടുത്തിട്ട് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാ? ചെയ്യാൻ പറയാനുണ്ടോ ഉസ്താദുമാർ നിങ്ങളോട്? ഉണ്ടോ? ഞാൻ മരിക്കുന്നത് വരെ ഞാൻ പറയും, എൻ്റെ ഈ ചാനൽ നഷ്ടപ്പെട്ടാലും വീണ്ടും ഞാൻ 4 ചാനലുമായി ഞാൻ ഓടി വരും. പറയേണ്ടത് പറയണം മൊത്തം നോക്കിയിട്ട് അല്ലേ. 40 വയസ്സായാലും തുള്ളറ് സാബീത്തെ തുള്ളറ് നിങ്ങൾ കാണുമ്പോ ഇന്നലെയും കണ്ടിട്ട് കമന്റ് ആരതോ സൈന്യക്കാർ തന്നെയാ. ഉസ്താദിന്റെ ഭാര്യമാരുടെ ഫോണിന്ന്, ഉസ്താദിന്റെ കുടുംബക്കാരുടെ ഫോണിന്ന് ഉസ്താദിനെ പറയിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത് പറയിപ്പിക്കുന്ന സൈന്യക്കാരുടെ ഫോണൊന്നും കമന്റ് അടിയും വരുന്നത്. വേറെ ആരെ കമന്റും അല്ല. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. ഉസ്താദിന്റെ സൈന്യക്കാരുടെ കമന്റാണ്. ഉസ്താദിന്റെ ഫോണിന്റെ അകത്തായി എൻ്റെ ഫോണിന്റെ തായും വരുന്ന ഉസ്താദിന്റെ സൈന്യക്കാരുടെ കമന്റാണ്. വേറെ ആരുമല്ല. എന്ത് ബേർഡ് കമന്റായി വരുന്ന ഉസ്താദിന് നല്ല കമന്റും എനിക്ക് ഇത് ബേർഡ് കമന്റും വരുന്ന ഉസ്താദിന്റെ സൈന്യക്കാരാണ്. ഉസ്താദിന്റെ കുടുംബത്തിലെ ഫോണാണ്, ഉസ്താദിന്റെ ഭാര്യമാരുടെ ഫോണാണ്, ഉസ്താദിന്റെ കയ്യിലെ ഫോണാണ്. ഞങ്ങൾക്കറിയാലോ, അതും പുറത്തുള്ള ആരുമല്ല. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും പറയാത്തേ? ഇതൊന്നും നിങ്ങൾ വ്ളോഗ് ഉസ്താദ് ഒന്ന് കാണിച്ചിട്ട് പറയുന്നില്ലാലോ. ഇതൊരു മുസ്ലിം അല്ലേ? 40 വയസ്സ് കഴിഞ്ഞ ഒലിക്ക് മാത്രമാണോ ഈ നരകമുള്ളൂ? നരകവും സ്വർഗവും തിരിച്ചിക്കുള്ളൂ? വിവരമുണ്ടോ നിങ്ങൾക്ക്? വിവരമുണ്ടോ? ഞാൻ 1-ന് 4 തുള്ളും. നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ വീഡിയോ ചെയ്യൂല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന നിന്നാൽ ഉസ്താദും പറയും ഞാനായിനില്ലേ എന്ന് പറയും. എന്ത് ഇതെല്ലാം ചെയ്താല്, കുറ്റം പറഞ്ഞങ്ങ് ചെയ്താല്? ഞാനങ്ങനെ മോളെ കൊണ്ട് കുറ്റമെന്നല്ലേ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് അവരോട് കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് പറയാം. 40 വയസ്സ് കഴിഞ്ഞോല് തുള്ളറ്. ബാല്യക്കാലത്തിൽ തുള്ളിക്കോ പൊക്കിക്കോ. ഞാൻ കാണലുണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. ഞാൻ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ബാല്യക്കാലത്തിൽ കുട്ടികളൊന്നും തുള്ളിക്കഴിഞ്ഞാൽ എന്താ എൻ്റെ കമന്റ്. സൂപ്പർ, നല്ലോണം ഇനിയും ഡാൻസ് പഠിക്കണം, എന്താ രസം, ഇനിയും നിങ്ങൾ വരണം, നിങ്ങൾ മുന്നേറണം, നിങ്ങൾ എന്തൊരു സൂപ്പറാ നിങ്ങളെ കളി എന്ന് പറയും. ബാല്യക്കാലത്തിൽ മുസ്ലിം കുട്ടികൾ കളിക്കുന്നതിന് മുസ്ലിങ്ങൾ പോയിട്ട് തന്നെ കമന്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണലുണ്ട്. അതുകൊണ്ടാണ് ഈ സാബിറാനെ പോലത്തോലെ അടങ്ങാത്ത. എന്തുകൊണ്ടാന്നാ? നിങ്ങൾ ഞങ്ങളെ കണ്ടുടേറ്റാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് സൈന്യക്കാരും ഉസ്താദുമാറും ഞങ്ങളെ കണ്ടുടേറ്റാണ് സംസാരിക്കുന്നത്. പിന്നെ പുറത്തുള്ള ആൾക്കാർ കമന്റ് ഇടുന്നത് അത് ഈ ഉസ്താദുമാർ വിളിച്ച് ഓർമ്മ ഉള്ളത് തന്നെയാന്നല്ലേ വിചാരിക്കുക. അങ്ങനെ ഇടുന്നത് അതുപോലെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പൊന്നു മക്കളെ. ഇതെല്ലാം ആരാ തുള്ളുന്ന? ബാല്യക്കത്തിയല്ലേ? സാബിറാൻ പോ നല്ല ലൂസേറ്റാ ഇട്ട് കുറ്റല്ല വന്ന് പറയുന്നത്, കുറ്റല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് വളരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരിയെങ്കിലും നിങ്ങളെ വാക്കുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ടാണ്. ബാല്യക്കാലത്ത് ഇതൊന്നും എടുത്ത് നിങ്ങൾ കാണിക്കൂല. ഇതൊന്നും എടുത്ത് ഉസ്താദുമാരെ നിങ്ങൾ കാണിക്കൂലല്ലോ. നിങ്ങൾ കാണിക്കൂല. ഞങ്ങളെപ്പോലത്തെ ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങൾ വെറുതെ ഞങ്ങൾ പറയുന്നതല്ലേ. കുട്ടുമ്പോ നബീസും ലൈലത്തുമ്മ എന്ത് നല്ല അമറിൽ വന്നിട്ടാ പാട്ട് പാടുന്ന അല്ലേ. എന്നിട്ട് അവർക്ക് പോകുന്ന കമന്റോ ബാല്യക്കാറ്റുകൾ തുള്ളിക്കളിച്ച് പല ഭാഗങ്ങളും കാണിച്ച് തുള്ളിക്കളിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന കമന്റോ മുസ്ലിങ്ങൾ എന്നെ ഹിന്ദുക്കളെ മാറ്റി വെച്ച് പോലും മുത്തുമണികളാ നല്ല പേരാ അല്ലേ. മുസ്ലിങ്ങളെ നിങ്ങൾ ഹലാലും ഹറാമും പറയുമ്പം മുസ്ലിങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങൾക്കും നിങ്ങൾ ഹലാലും ഹറാമും പറയണം. എല്ലാവരും ഞങ്ങളെപ്പോലത്തെ മാത്രം പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും. നിങ്ങൾ മിണ്ടാണ്ട് കുത്തിരിക്കുക. അതെല്ലാം പണ്ട് മിണ്ടാണ്ട് കുത്തിരിക്കല്. ഓക്കെ. അതുകൊണ്ട് ബാല്യക്കാലത്തുള്ള പറ, ഇതേപോലത്തെ ഉള്ള ആൾക്കാരെ പറ, അത് പറയൂല. അതുകൊണ്ട് ഞങ്ങൾ അടങ്ങണമെങ്കിൽ ബായ് പൂട്ടി നിന്നോ. ബായ് പൂട്ടി നിന്നാ ചിലപ്പം ഞങ്ങൾക്ക് തോന്നും കളിക്കരുത്. ബായ് പൂട്ടി നിന്നോ. ഓക്കെ.